ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, പ്രതിപക്ഷം ഈ പുതിയ എപ്പിസോഡിനെ എങ്ങനെ കാണുന്നു? ഞങ്ങൾ പ്രതിപക്ഷം കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന ദൃഢീകരിക്കുന്ന സാധൂകരിക്കുന്ന സാഹചര്യങ്ങളാണ് കേരള സമൂഹത്തിൽ പുതുതായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൗലികമായ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ്? മൗലികമായ പ്രശ്നം എങ്ങനെ ശ്രീ സലിം രാജ പി എം സുരേഷ് ബാബു തുടക്കത്തിൽ സൂചിപ്പിച്ച നീതിബോധത്തെ സംബന്ധിച്ചൊക്കെ കുറെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് വസ്തുതകൾ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന മൂല്യങ്ങളും രാഷ്ട്രീയ മര്യാദയും പാലിച്ചുകൊണ്ടാണ് പലതും പറയാത്തത്. ശ്രീ സലിം രാജിനെതിരായി ഇതിനു മുമ്പ് കേസുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ശ്രീ പി എം സുരേഷ് ബാബു മുന്നറിയില്ലേ? ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ആരോപണം കോടതികളിൽ വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ആക്ഷേപം വന്നിട്ടുള്ളത് അറിയില്ലേ? ഇദ്ദേഹത്തിനെതിരായി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ആക്ഷേപങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ വന്നതല്ലേ? പിന്നെ എങ്ങനെ 2011 വീണ്ടും സലിം രാജ് കേരള അത്ര നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ, നിസ്സംഗതയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു രൂപത്തിലും അറിയാൻ പാടില്ലാതെയാണോ ശ്രീ സലിം രാജ് വീണ്ടും പേഴ്സണൽ സ്റ്റാഫിലേക്ക് കടന്നു വന്നത്? വളരെ വ്യക്തമല്ലേ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം? ശ്രീ പ്രേമചന്ദ്രൻ, താങ്കളിലേക്ക് തിരിച്ചു വരാം. സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ശ്രീ പി എം സുരേഷ് ബാബു, താങ്കൾ ഈ ചർച്ച കുറെ നേരമായി കേട്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഒറ്റേറെ മറുപടികൾ പറയാനുണ്ടാവും. താങ്കൾ അതിന് വെമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നും അറിയാം. പ്രേമചന്ദ്രന്റെ മറുപടി നൽകാം. അല്ല, ഇത് ശ്രീ പ്രേമചന്ദ്രൻ അടക്കം ജയശങ്കർ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ എടുത്തുദ്ധരിച്ച് അത് ഈ ഗവൺമെൻറ്റിനെതിരായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നെന്താ നടന്നത്? ഇവിടെ ശ്രീ MLA ശ്രീ പ്രദീപ് കുമാർ പോലും പറഞ്ഞിട്ടില്ല തൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പോലീസ് കേസെടുത്തതെന്ന്. അങ്ങനെ പറഞ്ഞതായി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം മാന്യമായി തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ചെല്ലുമ്പോൾ നാട്ടുകാർ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ടുണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബോധ്യത്തെക്കുറിച്ചോ അദ്ദേഹം അത് എക്നോളജ് ചെയ്യുന്നതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ശ്രീ സലീം രാജിനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയിട്ട് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞു. ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും ഉയർത്തിക്കാട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറ്റപത്രം ആണ് FIR ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം, വഴിതടയൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ആ പോലീസ് ഉമ്മൻചാണ്ടിയുടെ പോലീസാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ആ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകൂടമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. പണ്ടെന്നോ നടന്നിട്ടുള്ള സംഭവങ്ങളെ ശ്രീ സുരേഷ് ബാബു, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മാധ്യമങ്ങൾ എന്ന നിലയിൽ ജനപ്രതിനിധികളെ മാത്രമല്ല നാട്ടുകാരുടെ വാക്കുകളെ കൂടി വിശ്വസിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഞങ്ങൾക്കുണ്ട്. നാട്ടുകാർ പറഞ്ഞ, ദൃക്സാക്ഷികൾ പറഞ്ഞ വാക്കുകളെ എടുത്തു പറയുകയാണ് MLA ചെയ്തത്, അംഗീകരിക്കുന്നു. അതിനെ അവിശ്വസിച്ച് തള്ളിക്കളയേണ്ടതല്ല. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന താങ്കൾ അത് ചെയ്യാനും പാടില്ല. മറ്റൊന്ന്, താങ്കൾ രണ്ടാമത് പറഞ്ഞ കാര്യം, ഇപ്പോൾ നടന്ന സംഭവങ്ങൾ, അതിനുമേൽ ഉമ്മൻചാണ്ടിയുടെ പോലീസ് കേസെടുത്തുവെന്നത്, അങ്ങനെ നിഷ്പക്ഷമതികളായി പ്രവർത്തിക്കുന്ന പോലീസുകാരാണ് ഇവിടെ ഉള്ളത് എന്ന ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും പറയില്ലായിരുന്നു നാട്ടുകാർ മാധ്യമങ്ങളും ജനപ്രതിനിധികളും വരട്ടെ എന്നിട്ട് പോലീസിന് കൈമാറാമെന്ന്. അങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും ഈ സർക്കാർ തന്നെയാണ്. ഈ സർക്കാരല്ല, അതല്ല. പോലീസിനെ കുറിച്ച് നേരത്തെ ശ്രീ PC ജോർജ് പറഞ്ഞതുപോലെ, അതിനകത്ത് ശ്രീ ജയശങ്കറും പറഞ്ഞതുപോലെ, ശതമാനത്തിൻ്റെ കണക്ക് ഞാൻ യോജിക്കുന്നില്ലെങ്കിൽ മാത്രം അതിൽ നല്ലവരും ചീത്തവരും ഒക്കെ ഉണ്ട്. കൈക്കൂലി വാങ്ങുന്നവരും ഇല്ലാത്തവരുമുണ്ട്. രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങുന്നവരും നീതിബോധമുള്ളവരുമുണ്ട്. എല്ലാമുണ്ട്. അതുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു പോലീസും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും എല്ലാം വരട്ടെ, എന്നിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞതല്ലാതെ ഒരു മുൻവിധിയോടുകൂടി ഈ വന്ന പോലീസ് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട പോലീസുകാരെല്ലാം മോശക്കാരാണെന്നും അവർ കൊണ്ടുപോയാൽ അല്ലെ അവരുടെ ഭാഗത്ത് ഒരു പ്രവർത്തനത്തിന് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അവർ സലീം രാജിനെ രക്ഷപ്പെടുത്തുമെന്നുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല. അതൊന്നുമല്ല അതിനകത്ത് കാര്യം. എല്ലാം ഇതിനെ അത്തരമൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. നേർവഴിയിലൂടെ സത്യസന്ധമായി ആലോചിക്കാനുള്ള മനസാക്ഷി സമൂഹത്തിനുണ്ടാകണം. യെസ്, ശ്രീ പ്രദീപ് കുമാർ, ഏതായാലും സസ്പെൻഷനിലിരിക്കുന്ന ഒരു പോലീസുകാരൻ അദ്ദേഹം ഈ ഐഡന്റിറ്റി കാർഡ് ഉയർത്തി കാണിക്കുന്നു. താൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് എന്ന് പറയുന്നു.
ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഇനിയും ഈ കേസിന്റെ ഗതി എന്താകും? എന്തെങ്കിലും നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും സലീം രാജിനെതിരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാവുമോ? ഗവൺമെന്റ് ഇതിനകത്ത് ശക്തമായിട്ടുള്ള നിലപാടാണോ അല്ലെ മുഖം രക്ഷിക്കാൻ തൽക്കാലം തടിതപ്പാനുള്ള നിലപാടാണോ സ്വീകരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ തുടർന്ന് സലീം രാജിന്റെ പേരിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്, അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം. അപ്പോൾ അത് മാത്രമല്ല, ഇദ്ദേഹത്തോടൊപ്പം വന്നിരിക്കുന്ന കൊടും ക്രിമിനലുകളാണ്. പിടികിട്ടാപ്പുള്ളിയായുള്ള റിജോ എന്ന് പറഞ്ഞൊരാൾ, ഒരു NDF കാരനുണ്ടെന്നാണ് പറയുന്നത്. മറ്റു യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്, അതുപോലെയുള്ള കുറച്ച് ആൾക്കാർ. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്നല്ല, ഇതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലേക്കുള്ള ഒരു അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, NK പ്രേമചന്ദ്രൻ, മുഖ്യമന്ത്രിയുമായി ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന തെളിവുകളൊന്നും ഇല്ല. എന്തിനാണ് മുഖ്യമന്ത്രി പുറത്താക്കിയ ഒരു വൃത്തികെട്ടവൻ ചെയ്ത കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ പഠിക്കുന്നത് എന്നാണ് PC ജോർജ് പറയുന്നത്. അതേസമയം സലീം രാജിൻ്റെ കഴിഞ്ഞകാല റെക്കോർഡുകൾ നോക്കുമ്പോൾ അത് സംശുദ്ധമായിരുന്നില്ല. എങ്ങനെ ഈ തരത്തിൽ ഒരാളെ മുഖ്യമന്ത്രി തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തി എന്നത് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്ത് നടപടി സലീം രാജിനെതിരെ? അതെല്ലാം നിയമപരമായി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഒരു പ്രതിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ താങ്കൾ പറയേണ്ടത് ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് തെളിവുകളായി അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഉറപ്പിക്കുന്നതായി ഇന്നത്തെ സംഭവങ്ങളെ എങ്ങനെ കാണാൻ കഴിയുന്നു? തീർച്ചയായും മുഖ്യമന്ത്രിയും സലീം രാജും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം തന്നെയാണ് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രേരണയും പ്രചോദനവും നൽകുന്നത്. സോളാർ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ടെനി ജോപ്പൻ അറസ്റ്റ് ചെയ്ത് 49 ദിവസം കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടുവെങ്കിൽ സലീം രാജിന് ഫലപ്രദമായി കേസന്വേഷിക്കുന്ന നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മറ്റൊരു ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട്, സോളാർ കേസുമായി ബന്ധപ്പെട്ടല്ല, മറ്റൊരു ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ക്രിമിനൽ അന്യായത്തിന്മേൽ ടെലിഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കേരളത്തിന്റെ സമുന്നതമായിട്ടുള്ള അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിർബന്ധിതമായത് എന്തുകൊണ്ടാണ്? നേരത്തെ ശ്രീ PM സുരേഷ് ബാബു സൂചിപ്പിച്ചല്ലോ, ജനക്കൂട്ടം നിർബന്ധിച്ചപ്പോൾ മാധ്യമങ്ങളും ജനപ്രതിനിധികളും ഓടിയടുത്തു വന്നതിന് ശേഷം അവരുടെ ആകെ ശക്തമായ നിർബന്ധത്തിന് വഴങ്ങി കേസെടുക്കാനല്ലാതെ മറ്റെന്ത് മാർഗമാണ് പോലീസിനെ സംബന്ധിച്ച് ചെയ്യാനുള്ളത്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ജുഡീഷ്യറിയെ പോലും ഉപയോഗിച്ചുകൊണ്ട് സലീം രാജിനെതിരായിട്ടുള്ള കേസിന്റെ അന്വേഷണം ഗവൺമെന്റ് അട്ടിമറിച്ചു. നിയമസഭയിൽ നൽകിയ ഉറപ്പ് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പാലിക്കുന്നില്ല. ഇത്രയൊക്കെ ഗുരുതരമായ ആരോപണം ഉണ്ടായതിനു ശേഷവും മെനഞ്ഞാന്ന് 2 ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ ADGP ശ്രീ ഹേമചന്ദ്രൻ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് സലീം രാജ് ഈ സോളാർ തട്ടിപ്പ് കേസുമായി ഒരു ബന്ധവുമില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. 1000-ലധികം ടെലിഫോൺ കോളുകൾ സരിതയുമായി ചെയ്തു എന്നതിന്റെ വ്യക്തമായ രേഖകൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. കോൾ ലിസ്റ്റ് ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസുകൾ മത്സരിച്ച് പുറത്തുവിട്ടു. ഇത്രയും നമ്മുടെ മുമ്പിൽ സലീം രാജും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പിൻബലത്തിലും രാഷ്ട്രീയ ഭരണ സംവിധാനത്തിന്റെ പ്രേരണയോ പ്രചോദനമോ സഹായമോ ഇല്ലാതെ ഇത്തരത്തിൽ ഒരു ക്രിമിനൽ കൊട്ടേഷൻ സംഘത്തിനും പരസ്യമായി കോഴിക്കോട് പട്ടണത്തിൽ ഇത്തരത്തിലൊരു ക്രിയ ചെയ്യാനുള്ള ധൈര്യമുണ്ടാകില്ല. കാരണം ഒരു തട്ടിപ്പിലും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, ഒരു തട്ടിപ്പിലും അന്വേഷിക്കപ്പെടുന്നില്ല. എല്ലാ തലത്തിലും അഡ്വക്കേറ്റ് ജനറൽ പോലും സലീം രാജിന്റെ സംരക്ഷണ കവചം തീർത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ നിയമ സംവിധാനം പോലും സലീം രാജിന്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോ തലകുനിക്കുമ്പോ PM സുരേഷ് ബാബു, അത് തന്നെയാണ് പ്രശ്നം. എപ്പോഴും സലീം രാജ് സംരക്ഷിക്കപ്പെടുന്നു. ഈ സംരക്ഷിക്കപ്പെടുന്നതിന്റെ നിരവധി കാരണങ്ങൾ നിരത്തപ്പെടുന്നു. പലപ്പോഴും പുറത്തു പറയുന്നതും ചർച്ച ചെയ്യപ്പെടാത്തതുമായ നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. എന്താണ് സലീം രാജിന്റെ പ്രശ്നം? എന്താണ് സലീം രാജിന്റെ ധൈര്യം? ആരാണ് ഈ സലീം രാജ് എന്ന ചോദ്യം വീണ്ടും ഉന്നയിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ശ്രീ പ്രേമചന്ദ്രൻ ആവർത്തിച്ച് വസ്തുതാവിരുദ്ധമായ വസ്തുതകൾ പറയുമ്പോൾ എനിക്ക് ഖേദവും ദുഃഖവും തോന്നുകയാണ്. ഈ കേരളത്തിലെ AG വളരെ വ്യക്തമായി പത്രസമ്മേളനത്തിലൂടെയും അല്ലാതെയും പറഞ്ഞു, ഞാൻ ഹാജരായിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടി മാത്രമാണ്, സലീം രാജിന് വേണ്ടി ഹാജരായിട്ടില്ല. അത് വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. മറിച്ചൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. സലീം രാജിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ഹാജരായി എന്ന് തെളിയിക്കാൻ ഈ ആരോപണം ഉന്നയിക്കുന്ന ആർക്കെങ്കിലും കഴിയുമോ?
വസ്തുതാവിരുദ്ധമായി ആവർത്തിച്ച് പറഞ്ഞ് ഒരു സമൂഹത്തിൽ പുകമറ സൃഷ്ടിക്കരുത്. അതാണ് സമുന്നതരായ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളോട് വളരെ വിനയത്തോടുകൂടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ കെ പ്രേമചന്ദ്രൻ, പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാ നേതാക്കൾക്കും വളരെ